ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പേര് സുനിത. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. അപ്പോൾ ഈ ചാനലിൽ കൂടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്കറിയാവുന്ന എൻ്റെ എക്സ്പീരിയൻസസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. സോ ടു സം എക്സ്റ്റെൻറ്റ് ഞാൻ അതിൽ ചെറുതായിട്ട് സക്സീഡ് ചെയ്ത് വരുന്നു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് ഇതേപോലത്തെ ഇൻഫർമേഷൻ എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ സഹായം ഇല്ലാതെ എനിക്ക് എന്തായാലും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുക? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് ആൾക്കാർ ജസ്റ്റ് വ്യൂ ചെയ്തിട്ട് ചിലപ്പോൾ ലൈക്ക് ചെയ്യാറുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ഈ ചാനൽ വളരും തോറും അതെനിക്ക് കൂടുതൽ നല്ല വീഡിയോസ് ഇടണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മോട്ടിവേഷനും കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിവേസ്, നമ്മൾ വിഷയത്തിലോട്ട് കടക്കാം അല്ലേ. നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? നല്ല വീടുകൾ കെട്ടുക, പിന്നെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ നല്ല അടിച്ച് പൊളിച്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെക്കണം എന്ന് ഭയങ്കര കൊതി ആഗ്രഹമുള്ള ആൾക്കാരാണ് കേട്ടോ. ഇപ്പോൾ നല്ല, അത് പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ വിൻഡോസ് തന്നെയാണ്. ഈ വിൻഡോസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അത് പറ്റത്തുമില്ല. എന്നാൽ അതിന് തടിയോ അല്ലെങ്കിൽ UPVC വിൻഡോസ് ഒക്കെ ഇപ്പോൾ വരാറുണ്ടല്ലോ. എന്ത് വെച്ചാലും അത് എക്സ്പെൻസീവ് ആണ്. അത് അത് അങ്ങനെ അങ്ങ് വിട്ടാൻ പറ്റത്തില്ലല്ലോ. അതിൽ ഗ്രില്ല് വെക്കണം, പിന്നെ അതിന് ബ്ലൈൻഡ്സോ കേർട്ടൻസോ അതൊക്കെ ഇടണം. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് എപ്പോഴും എല്ലാ ആർക്കിടെക്ട്സും പറയുന്ന ഒരു കാര്യമാണ് വിൻഡോസ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണെന്ന്. അന്ന് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അതുമില്ല. നമ്മൾ ഇത്രയും ചിലവാക്കി ചെയ്യുന്ന വിൻഡോസ് അല്ലേ, അപ്പോൾ അതിന് കേർട്ടൻസിന് നമ്മൾ ആവശ്യത്തിന് പ്ലാൻ ചെയ്ത് അത് കറക്റ്റായിട്ടുള്ള സംഭവങ്ങൾ മേടിച്ചാലേ അതൊരു ഹോൾസം ആയിട്ട് നമ്മുടെ ഒരു വീട്ടിനൊരു കംപ്ലീറ്റ്നെസ് കിട്ടത്തുള്ളൂ, ഒരു പൂർണ്ണത കിട്ടത്തുള്ളൂ. അപ്പം ഇന്നത്തെ വിഷയവും അതിനെക്കുറിച്ച് തന്നെയാണ്. യെസ്, വിൻഡോ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്. വിൻഡോ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കേർട്ടൻസ് വരാം, ഹെവി ആയിട്ടുള്ള ഡ്രേപ്പറി പാനൽസ് വരാം, റോളർ ഷെയ്ഡ്സ് ആൻഡ് റോമൻ ഷെയ്ഡ്സ്, പിന്നെ വുഡൻ ബ്ലൈൻഡ്സ്, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ലെറ്റ്സ് റോൾ. I've been thinking about myself today, thinking how I changed, how I really don't care. ഈ വിൻഡോ ട്രീറ്റ്മെന്റ്സ് ശരിക്കും പറഞ്ഞാൽ എന്തിനാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് വെറും ഉള്ളിലുള്ള ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. നമുക്ക് വെളിയിൽ നിന്ന് വരുന്ന ബ്രീസും പിന്നെ ചിലപ്പം കോൾഡ് ആൻഡ് ഹോട്ട് രണ്ട് സിറ്റുവേഷനിലും നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നമുക്ക് തരുകയും ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് പൊടിയിൽ നിന്നും കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ എങ്ങനെയാണ്, ഹൗ ഡു വി ചൂസ് ദ റൈറ്റ് ഡ്രേപ്പറി പാനൽസോ കേർട്ടൻസോ? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള കാര്യം ചൂസ് ചെയ്യാമെന്നുള്ളത്? അതിന് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കണക്കിലെടുക്കണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താണെന്നറിയോ? നമ്മളുടെ വീട്ടിലെ തീം എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യാനുള്ളത്. നമ്മൾ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഏകദേശം തീർന്നതിന് ശേഷം ആയിരിക്കുമല്ലോ ഈ ഡ്രേപ്പറിയിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട് ഒരു ക്ലാസിക് ടച്ചുള്ള വീടാണോ, ഒത്തിരി വുഡൻ ഫേർണിച്ചറൊക്കെ ആയിട്ട് ഭയങ്കര ട്രഡീഷണൽ സ്റ്റൈലാണോ, അല്ലാണ്ട് വളരെ കണ്ടംപററി ആയിട്ട് ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണോ നമ്മൾ എടുക്കുന്നത്? ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ കേർട്ടൻസ് ചൂസ് ചെയ്യുക. അത് മാത്രമല്ല കേട്ടോ, അതിനോടൊപ്പം നമ്മുടെ ബഡ്ജറ്റ് എന്താണെന്ന് കൂടി വെച്ചിട്ടാണ് ഇതിനൊരു ഫൈനൽ ഡിസിഷനിലോട്ട് നമ്മൾ വരുന്നത് അല്ലേ. നമുക്ക് ബഡ്ജറ്റ് ഒരു കൺസ്ട്രെയിൻ അല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചോയ്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലോട്ട് കൂടുതൽ പോകുന്നതിന് മുമ്പേ ലെറ്റ് മീ ടെൽ യു സംതിങ്. ഒരു തമ്പ് റൂള് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് കേർട്ടൻസ് സെലക്ട് ചെയ്യുമ്പോൾ. ഞാൻ കഴിവതും കേർട്ടൻസ് വളരെ തിക്കായിട്ടുള്ളത് ചൂസ് ചെയ്യാറില്ല. ബിക്കോസ് ഈ ഒരുപാട് തിക്കായിട്ടുള്ള കേർട്ടൻസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ആവശ്യത്തിന് ലൈറ്റ് ഉള്ളിൽ പാസ് ചെയ്യത്തില്ല. നമ്മളിപ്പം ഏകദേശം എന്താ പറയുക, ഇപ്പം പകൽ നേരത്ത് നമ്മൾ കേർട്ടൻസ് ഇടുവാണെങ്കിൽ വളരെ ഇരുണ്ട് പോകാൻ പാടില്ല വീട്. അങ്ങനെ വരുമ്പം വെളിച്ചം അകത്ത് കുറച്ച് കയറുന്ന മാതിരത്തെ കേർട്ടൻസ് ആണ് എപ്പോഴും നല്ലത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് പ്രൈവസി വേണമെന്ന് കൂട്ടിക്കോ. ജനറലി ഇന്ത്യയിൽ കുറച്ചുകൂടെ ഒരു ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയതുകൊണ്ട് നമുക്കൊരു പ്രൈവസി ഒരു ഇഷ്യൂ ആണ് അല്ലേ ചിലപ്പോൾ. അപ്പം ഞാൻ പറയും ഏകദേശം ഒരു 30-40% ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന കേർട്ടൻസ് ധാരാളം മതി. അപ്പോൾ വെളിയിലുള്ള ആൾക്കാർക്ക് നമ്മൾ കാണത്തുമില്ല, ആൻഡ് അറ്റ് ദ സെയിം ടൈം ആവശ്യത്തിന് സൺലൈറ്റ് അകത്തോട്ട് വീഴുകയും ചെയ്യും. അപ്പോൾ ഇതിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രിൻ്റ് ഉണ്ട്, അതിൽ എന്തെങ്കിലും ഒരു എംബ്രോയിഡറി ഉണ്ട്, അപ്പോൾ ആ സാധനമൊക്കെ നമുക്ക് അകത്തിരുന്നുകൊണ്ടും ആസ്വദിക്കാൻ പറ്റും പകൽ നേരത്ത്. രാത്രി ആകുമ്പോൾ അത് നേരെ മറിച്ചാണ് അല്ലേ. രാത്രി അകത്തല്ലേ വെളിച്ചം, അതുകൊണ്ട് കേർട്ടൻ്റെ ഭംഗി നമുക്ക് അല്ലാതെ തന്നെ ആസ്വദിക്കാം. റൂമിൻ്റെ സൈസും നമുക്ക് നല്ല വലിപ്പം തോന്നിക്കും. മോസ്റ്റ് കോമൺലി ഇന്ത്യയിൽ ഇപ്പം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഗ്രോമേ കേർട്ടൻസ് ആണ്. ഗ്രോമേ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ആ നമ്മുടെ റിംഗ്ലെറ്റ്സ് ഉള്ള
ആ റിങ് പോലെ വെച്ചിട്ട് തയ്ക്കുന്ന കേർട്ടൻസ് ആണ്. ആ റിങ് വന്നിട്ട് നമ്മൾ റോഡിലോട്ട് കയറ്റി ഇടുവാണെങ്കിൽ ഈസി ആയിട്ട് അത് ഫിനിഷ് ചെയ്യാം. ഇത് ഒരു സിംഗിൾ ലെയർ, അതായത് സിംഗിൾ റോഡിലും നമുക്ക് ചെയ്യാം, ഡബിൾ റോഡിലും ചെയ്യാം. ഡബിൾ റോഡിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ തിക്കർ കേർട്ടൻ ഇടാം, മറ്റേ റോഡിൽ തിന്നർ ആയിട്ടുള്ള മെറ്റീരിയൽ ഇടാം. അപ്പോൾ ഡേ കേർട്ടൻ, നൈറ്റ് കേർട്ടൻ ആയിട്ടും അങ്ങനെ തന്നെ അതിൽ ചെയ്യാൻ പറ്റും. റോമി കേർട്ടൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, അത് എന്നെ ചോദിച്ചാൽ ഇന്ത്യയിൽ അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. റെഡിമെയ്ഡ് കേർട്ടൻസ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നത് ആമസോണിൽ ഇതേപോലെ ഇഷ്ടം പോലെ ബ്രാൻഡ്സ് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. സോ അത് തന്നെ നമുക്ക് മേടിച്ചിടാം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കേർട്ടൻസ് ആണ് ഗ്രോമി കേർട്ടൻസ്. അടുത്തത് ഡ്രേപ്പറി പാനൽസ് എന്ന് പറയും. ഡ്രേപ്പറി പാനൽസിനെ നമ്മൾ കേർട്ടൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഹോട്ടൽസിലൊക്കെ കണ്ടിട്ടില്ലേ, വളരെ ലൈനിങ് വെച്ചിട്ടുള്ള, വളരെ തിക്കായിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ ആയിരിക്കും. അത് വെൽവെറ്റ് കൊണ്ടായിരിക്കാം, സിൽക്കിൻ്റെ ആയിരിക്കാം, അങ്ങനെ വളരെ ജക്കാർഡ് പ്രിന്റ് ഒക്കെ ഉള്ള മെറ്റീരിയൽ ആയിരിക്കും. അതായത് നൂല് കൊണ്ട് തന്നെ അതിൽ എന്താ പറയുക, എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കാം. ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ലുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന വീടുകൾക്കാണ് അത് നന്നായി ചേരുന്നത്. എസ്പെഷ്യലി വളരെ ചെറിയ റൂംസോ അല്ലെങ്കിൽ വളരെ ചെറിയൊരു വീട്ടിൽ ഹെവി ആയിട്ടുള്ള കേർട്ടൻ ഇടുവാണെങ്കിൽ ചിലപ്പോൾ അത് ഭയങ്കര ഓവർലോഡഡ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഐഡിയലി കുറച്ചുകൂടെ വലിയ സ്പേസ് ഉള്ള സ്ഥലങ്ങൾക്കാണ് അത് ബെറ്റർ ആയിട്ട് തോന്നുക. പിന്നെ മാത്രമല്ല, അത് നമ്മൾ ഫുള്ളായിട്ട് ഇടുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ബ്ലൈൻഡ് കേർട്ടൻസ് ആയി മാറും. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ആയിട്ട് ചിലപ്പോൾ മാറിയെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇനിയൊരു കേർട്ടൻ അതിൻ്റെ ബാക്കിൽ ഇടേണ്ടി വരും, വിച്ച് വിൽ സെർവ് ആസ് എ ഡേ കേർട്ടൻ, അതായത് ഷിയർ കേർട്ടൻ പോലെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡേ കേർട്ടൻ ഇടുവാണെങ്കിൽ അതിൽ കൂടെ ഇഷ്ടംപോലെ ലൈറ്റ് പാസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് വെളിയിലുള്ള, ബിക്കോസ് വെളിയിലല്ലേ പകല് വെളിച്ചം കൂടുതൽ, ഇപ്പോൾ വെളിയിലുള്ള ആൾക്കാർക്ക് വീട്ടിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് കാണാനും പറ്റത്തില്ല. രാത്രി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മറ്റാ ഹെവി ഡ്രേപ്പറി പാനൽസ് നിങ്ങൾക്ക് മൂടാം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഒന്ന് ഞാൻ പറഞ്ഞ റോഡ്സിലും നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രാക്സ് പോകുമല്ലോ, അപ്പം മേളിലോ അല്ലെങ്കിൽ സീലിങ്ങിലോ അല്ലെങ്കിൽ ബോളിൽ തന്നെ ചെറിയ ട്രാക്സ്, അപ്പോൾ അത് ഭയങ്കര തിൻ ട്രാക്സ് ആണ്, അപ്പോൾ അധികം വിസിബിൾ ആകത്തില്ല. അപ്പോൾ ഇതുപോലത്തെ കേർട്ടൻസിന് നമ്മൾ ആ റിങ്സ് ഇട്ടിട്ടല്ല സാധാരണ ചെയ്യുന്നത്. അതിന് നമ്മൾ ഡബിൾ ഓർ ട്രിപ്പിൾ പ്ലീറ്റഡ് ആണത്. യൂഷ്വലി അത് ഫ്രഞ്ച് പ്ലീറ്റ് എന്നാണ് പറയുന്നത്. അതിന് ഡബിൾ ഫ്രഞ്ച് പ്ലീറ്റഡ് ആൻഡ് ട്രിപ്പിൾ ഫ്രഞ്ച് പ്ലീറ്റഡ് എന്നാണ് സാധാരണ ഇതിനെ പറയുന്നത്. സോ അതിനോടൊപ്പം ഇപ്പോഴൊക്കെ ഇൻവേർട്ടഡ് പ്ലീറ്റ്സ്, അതായത് പ്ലീറ്റ്സ് വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ ഇങ്ങനെ ബോക്സ് പ്ലീറ്റ് പോലെ കാണും. അങ്ങനത്തത് ഇപ്പം ഒത്തിരി സ്റ്റൈലിഷ് ആയിട്ട് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ എൻ ഓപ്ഷൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് റോമൻ ഷെയ്ഡ്സ്. ഇപ്പം നിങ്ങൾ ഈ എൻ്റെ കേർട്ടൻസ് ഇവിടെ ബാക്കിൽ കാണുന്നത് റോമൻ ഷെയ്ഡാണ്. റോമൻ ഷെയ്ഡ്സിൻ്റെ തന്നെ നമ്മൾ മുകളിൽ അതിനെ പൊക്കി വെക്കുമ്പോഴത്തേക്കും അതിങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് കണ്ടോ, ഇങ്ങനെ ലെയർ ആയിട്ട് കാണും. ഇത് ഞാൻ തന്നെ തുന്നിയതാണ്. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണും കേട്ടോ. നമുക്ക് വേണ്ട വിധത്തിലുള്ള ഫാബ്രിക് യൂസ് ചെയ്ത് ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. വളരെ സ്മാർട്ട് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇതിൽ തന്നെ റോളർ ഷെയ്ഡ്സ് എന്ന് പറഞ്ഞും കാണാറുണ്ട്. റോളർ ഷെയ്ഡ്സിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇത് മുകളിൽ സ്റ്റാക്ഡ് ആയിട്ട് പോകും, മറ്റേത് റോൾ ചെയ്ത് പോകും. സോ ഈ രണ്ടും പ്രൈവസിക്ക് വളരെ നല്ലതാണ്. ഞാനാണെങ്കിൽ ഇവിടെ വേറെ ഡ്രേപ്പറി പാനൽസ് ഒന്നും ഇട്ടിട്ടില്ല. സോ അതിൻ്റെ ഒരു ടിപ്പ് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇവിടെ ഇങ്ങനെ ബോർഡർ പോലെ മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ ഒന്നെങ്കിൽ ബോർഡർ വെച്ചിട്ട് ഇത് മാത്രം നിങ്ങൾക്ക് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ റോമൻ ഷെയ്ഡ്സോ അല്ലെങ്കിൽ റോളർ ഷെയ്ഡ്സ് ഇട്ടതിന് ശേഷം അതിനോടൊപ്പം സൈഡിൽ അല്ലാത്ത ഇത് കേർട്ടൻസും നിങ്ങൾക്ക് കൊടുക്കാം ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം അതിനൊരു ഹോൾസം ലുക്ക്, അതായത് ഒരു ബോർഡർ പോലെ ക്രിയേറ്റ് ചെയ്ത് നല്ല സ്മാർട്ട് ആയിരിക്കും കാണാനായിട്ട്. പിന്നെ ഉള്ള ഒരു വിൻഡോ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്ലൈൻഡ്സ് ആണ്. ബ്ലൈൻഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ വുഡൻ ബ്ലൈൻഡ്സ് ഉണ്ട്, പ്ലാസ്റ്റിക് ബ്ലൈൻഡ്സ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ബ്ലൈൻഡ്സ് ഉണ്ട്. വുഡൻ ബ്ലൈൻഡ്സിന് ഒരു പ്രത്യേക ഒരു യൂസ് ആണ്. അതെന്ന് വെച്ചാൽ എല്ലായിടത്തും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസസിലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇഫ് യു വാണ്ട് എ ക്ലാസിക് ടച്ച്, ബാക്കിയുള്ള വുഡൻ ഫർണിച്ചറായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഈ സ്ലാറ്റ്സ് ഉള്ള ബ്ലൈൻഡ്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടംപോലെ ഡസ്റ്റ് അതിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് വൃത്തിയാക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷെ അതും ഡിപ്പെൻഡിങ് ഓൺ യുവർ ഡെക്കോർ നമുക്കത് വേണമെങ്കിൽ മാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. വേറൊരു ടൈപ്പ് ഓഫ് വിൻഡോ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ബാംബൂ ബ്ലൈൻഡ്സ് ആണ്. എൻ്റെ വീട്ടിലും ഞാൻ പല ഏരിയയിലും ബാംബൂ ബ്ലൈൻഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇവിടെയും പണ്ട് ബാംബൂ ബ്ലൈൻഡ്സ് ആയിരുന്നു. ഇപ്പം ഈ ഇടക്കാലത്ത് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടാണ് ഞാനിത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ബാംബൂ ബ്ലൈൻഡ്സിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, അത് ട്രഡീഷണലും മോഡേണും രണ്ടുമായിട്ട് നമുക്ക് ചേർന്ന് പോകും, ഡിപ്പെൻഡിങ് ഓൺ ഏത് ഷെയ്ഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുള്ളതനുസരിച്ച്. ബിക്കോസ് അത് തിന്നറാണ്, അല്ലെ, തിക്കല്ല. പിന്നെ ഫൈനർ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് തുടച്ചെടുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ മച്ച് ഈസിയർ ആണ്. ബാംബൂ ബ്ലൈൻഡ്സിന് ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത്,
അത് രാത്രി നേരത്തിൽ അത് 100% പ്രൈവസി ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ വരാന്തയിൽ ആരെങ്കിലും വെളിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും രാത്രി നേരത്തിന് അവർക്ക് വെളിയിൽ നിന്നുള്ളവർക്ക് അകത്ത് എന്താ നടക്കുന്നതെന്ന് ചെറുതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അതായത് പീപ്പിൾ മൂവിങ് അറൗണ്ട് അതൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റും. സോ അങ്ങനെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പ്രൈവസി അധികം വേണ്ട എന്നുള്ള ഇടത്തൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. ബെഡ്റൂംസിലും പിന്നെ അല്ലാതെ നമുക്ക് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കോർണേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുക. ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്ന കേർട്ടൻസ്, എന്ത് ഹൈറ്റിലാണ്, അതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്ര വേണം എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ റോഡ്സ് വെച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രാക്സ് വെച്ചും നമുക്ക് ഈ പറയുന്ന ഡ്രേപ്പറി പാനൽസ് ഫിക്സ് ചെയ്യാൻ പറ്റും. റോളർ ബ്ലൈൻഡ്സിനൊക്കെ ആണെങ്കിൽ അതിനുള്ള സംഭവം അതിനോടൊപ്പം തന്നെ കിട്ടും. ഇപ്പോൾ ഒരു കേർട്ടൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേർട്ടൻ റോഡ് എവിടെ ഫിറ്റ് ചെയ്യണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജനൽ തുടങ്ങുന്നതിന് ജസ്റ്റ് തൊട്ട് മേളിൽ കേർട്ടൻ ഇടാണ്ട് ഒരു 4 to 5 ഇഞ്ചസ് മേളിൽ ആ കേർട്ടൻ റോഡ് ആദ്യം ഫിക്സ് ചെയ്യുക. വിഡ്ത്തിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ പറയും ആവശ്യത്തിന് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ മതിലിൽ നിന്ന് ഒരു 1 to 1.5 feet എങ്കിലും നീളം കൂട്ടിയിട്ട് വേണം ആ റോഡ്സ് ഫിറ്റ് ചെയ്യാനായിട്ട്. ദറ്റ് മീൻസ് കേർട്ടൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത് ജനലിനെ മറക്കേണ്ടത് മതിലിനെ മറച്ചിട്ട് വേണം അത് നിൽക്കാൻ. അതാണ് റൈറ്റ് വേ ഓഫ് ഇൻസ്റ്റാളിങ് എ കേർട്ടൻ. പക്ഷെ ഇപ്പോൾ അതിന് ആവശ്യത്തിന് സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര അവൈലബിൾ സ്പേസ് ഉണ്ടോ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഹൈറ്റ് വൈസ് ഞാൻ പറഞ്ഞല്ലോ 4 to 5 ഇഞ്ചസ് എങ്കിലും മേളിൽ ചെയ്യുക. അപ്പോൾ ലെങ്ത് എത്ര വേണം? ഈ റോഡിൽ നിന്നും ഫ്ലോർ വരെയുള്ള ലെങ്ത്തിലാണ് കേർട്ടൻസ് യൂഷ്വലി നിൽക്കേണ്ടത്. ഇൻഫാക്ട് ഫ്ലോറിനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ അതിലോട്ട് ഇങ്ങനെ ഇപ്പം നമ്മൾ സാരിയൊക്കെ കൊടുക്കുമ്പോൾ പറയാറുണ്ടല്ലോ ജസ്റ്റ് ഫ്ലോറിൽ ടച്ച് ചെയ്ത് നിൽക്കണം. അതുപോലെയാണ് കേർട്ടൻസും ശരിക്കും ഹാങ് ചെയ്യാനുള്ളത്. അതിങ്ങനെ ഒഴുകി കിടക്കണം കേർട്ടൻ. ദാറ്റ്സ് വാട്ട് വിൽ മേക്ക് ഇറ്റ് വെരി ബ്യൂട്ടിഫുൾ. ഇപ്പോൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്താലും അത് കറക്റ്റായ രീതിയിൽ ഹാങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി ഫുള്ള് പോകും കേട്ടോ. പിന്നെ ഈ കേർട്ടൻ റോഡ്സ് ഉണ്ടല്ലോ അത് പല ഫിനിഷസിൽ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരിക്കൽ നമ്മൾ ഈ കേർട്ടൻ റോഡ്സ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് വർഷങ്ങൾ അത് അതേപോലെ കിടന്നോളും. സോ അങ്ങനത്തെ കാര്യത്തിന് നമ്മൾ അധികം കോസ്റ്റ് കട്ട് ചെയ്യാൻ നോക്കാണ്ട് നല്ല പ്രോഡക്റ്റ് തന്നെയായിരിക്കണം. അത് മാർക്കറ്റിൽ പല ഗേജിൽ ഉള്ള തിക്നെസ്സിലുള്ള പ്രോഡക്റ്റ് കിട്ടും. അതിൽ തന്നെ ബ്രാസ് ഫിനിഷ് കിട്ടും, കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ അതിൽ തന്നെ എനോഡൈസ് ഫിനിഷ് ഉണ്ട്. ബെഡ്റൂമിലൊക്കെ ഞാൻ എനോഡൈസ് ഫിനിഷാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൽ ബെൻഡ് വരാതെ നോക്കണം. അപ്പോൾ അതിൻ്റെ തിക്നെസ്സും അത് എത്ര വളയുന്നെന്നുള്ളത് നോക്കണം. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വിട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നടുക്കൊരു സപ്പോർട്ട് കിട്ടും, സപ്പോർട്ട് ബ്രാക്കറ്റ് കിട്ടും, അത് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ റോഡ്സിൻ്റെ എൻഡിൽ ഇങ്ങനെ അതിപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ബ്രാക്കറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി പേര് ഫീനിയൽസ് എന്നാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് പല ടൈപ്പിൻ്റെ കിട്ടും കേട്ടോ. ബ്രാസ് ഫിനിഷിൽ കിട്ടാറുണ്ട്. സോ നിങ്ങൾ ഏത് ഫിനിഷിലാണോ റോഡ് എടുക്കുന്നത് അതേ ഫിനിഷിൽ വേണം മറ്റതും ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അതിന് ചെറിയ മാച്ചെങ്കിലും വേണം. അല്ലാണ്ട് റോഡ് സ്റ്റീലാക്കിയിട്ട് മറ്റത് മാത്രം ബ്രാസ് ആക്കുകയാണെങ്കിൽ കാണാൻ ഒട്ടും കൊള്ളത്തില്ലായിരിക്കും. റോഡ്സ് കൂടാണ്ട് ട്രാക്സ് ഉണ്ട്. ട്രാക്സ് യൂഷ്വലി നമുക്ക് അങ്ങനെ മാർക്കറ്റിൽ നമ്മൾ തന്നെ പോയി മേടിച്ച് അങ്ങനെ അല്ല ചെയ്യുന്നത്. നമ്മൾ കസ്റ്റമൈസ് കേർട്ടൻസ് ചെയ്യുന്ന സമയത്ത് കടക്കാർ തന്നെ നമ്മളുടെ അവിടെ വന്ന് അവർ തന്നെ മെഷർമെൻറ്റ്സ് എടുത്ത് അവർ തന്നെ അത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ കേർട്ടൻസിൻ്റെ കോസ്റ്റ് ഇപ്പം ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് കോസ്റ്റ് എത്ര റേഞ്ചിൽ വരാം? ഇപ്പോൾ ഒരു 3 bedroom അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഓവറോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ 50,000 to 60,000 തൊട്ട് ഫ്യൂ ലാക്സ് വരെയും ചിലവാകാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചില സ്ഥലത്ത് കുറച്ച് കൂടിയത് ഇടണം, ചില സ്ഥലത്ത് സാധാരണ ഇടണം. അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് വേണമെങ്കിൽ ചെയ്യാം. സോ അപ്പോൾ ബേസിക്കലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കേർട്ടൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സിംഗിൾ റോഡ് സിമ്പിൾ അഗ്രോമി കേർട്ടൻ ഞാൻ പറഞ്ഞില്ല റിങ്സ് ഉള്ള ആ സാധനം ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കോസ്റ്റേ വരില്ല, ബേസിക് ആയിരിക്കും. ആൻഡ് റെഡിമെയ്ഡ് കേർട്ടൻസിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. എന്താ പറയുക, കുറച്ചുകൂടെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യണം, കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ലക്ഷറിയസ് ലുക്കൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ഇനിയൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് ഹെവി ഡ്രേപ്പറി പാനൽസ്. അതിൻ്റെ കോസ്റ്റ് ശരിക്കും മറ്റേതിനെ അപേക്ഷിച്ച് ഒരു 3-4 times കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ മാർക്കറ്റിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ചോയ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ പക്ഷെ നമ്മൾ കേർട്ടൻസിനൊക്കെ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നതിൽ കണ്ടമാനം സ്പെൻഡ് ചെയ്തില്ലെങ്കിലും ആവശ്യത്തിനുള്ള ബഡ്ജറ്റ് വെച്ച് ചെയ്യുവാണെങ്കിൽ സൈക്ലീനൊക്കെ വേണ്ട സമയത്ത് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇവൻച്വലി നിങ്ങളൊരു സ്പെയർ കർട്ടനും കൂടി അതിന് സട്ടിലായിട്ടുള്ള ഒരു സ്പെയർ കർട്ടനും കൂടി മേടിച്ചാൽ നിങ്ങൾക്ക് ധാരാളം വർഷങ്ങൾ അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വളരെ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസും ഞങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞങ്ങളുടെ വീട് വളരെ സിമ്പിളായിട്ട് ചെയ്യണം എന്ന് അതായത് ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടും വളരെ സിമ്പിളായിട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചൊരു വീടാണ്. അപ്പോൾ ഇതിൽ മോസ്റ്റ്ലി എൻ്റെ കുറച്ച് ഹസ്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ വീടല്ലേ, അപ്പം നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പം നിങ്ങൾക്കും കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്ക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കർട്ടൻസ്, ഈ ഗ്രോമി കർട്ടൻസ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്. റിങ്സ് എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ദർ ആർ നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയോ പേരുടെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ സാരി മുറിച്ച് അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. കാണാൻ നല്ല രസമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞാൻ. കൂടുതൽ അതിനെക്കുറിച്ച് അറിയണം, കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പോയിന്റ്സ് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കൂടെ എഴുതുക. ഇഷ്ടപ്പെട്ടെങ്കിലും എഴുതി അറിയിക്കണം കേട്ടോ. സോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.